അവെയർനെസ്, മൈൻഡ്, മിറർ, റിയാലിറ്റി. ഇങ്ങനെയാണ് ഈ അവബോധം, മനസ്സ്, കണ്ണാടി, യാഥാർത്ഥ്യം, ഇങ്ങനെയാണ് പുറത്തുള്ള നമ്മൾ കാണുന്ന ഈ ലോകം, ഈ ഭൗതിക ലോകം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ അവബോധത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ഭൗതിക ലോകം. പക്ഷേ ഭൗതിക ലോകം വളരെ ഹാർഡായിട്ടുള്ള ഒരു റിയാലിറ്റി ആയതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂറ്റി, നമ്മൾ ആ ഒരു ഞാൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് റിയലായിട്ട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി അവെയർനെസ്, അവബോധം മാത്രമാണ് റിയലായിട്ടുള്ളത്. മറ്റുള്ളതെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. മനസ്സ് അത് നമ്മളല്ല. മനസ്സിലെ ചിന്തകൾ അത് നമ്മളല്ല. മനസ്സ് അല്ലെങ്കിൽ ബ്രെയിൻ നമ്മളെ കാണിച്ചു തരുന്ന റിയാലിറ്റി യഥാർത്ഥത്തിൽ അതും നമ്മളല്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥം എന്താണ്? നമ്മളെന്താണ്? അവബോധം തന്നെയാണ്. ഈ ഭൗതിക ലോകം ഒരു സാധാരണ കണ്ണാടി പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിലെ പ്രതിബിംബം മാറണമെങ്കിൽ ആദ്യം നമ്മൾ മാറണം. കണ്ണാടിയിലെ പ്രതിബിംബത്തെ പിടിച്ചു മാറ്റാൻ നോക്കിയാൽ അത് മാറില്ല. നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളോ ആളുകളോ ബുദ്ധിമുട്ടുകളോ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് സമയനഷ്ടം തന്നെയാണ്. അത് സംഭവിക്കില്ല. പകരം നമ്മളുടെ ഉള്ളിലെ ചിന്തകളും ഭാവനകളും, ഇൻറ്റേർണൽ സ്റ്റേറ്റ്, അതാണ് മാറ്റേണ്ടത്. പുറത്തുള്ള ലോകം തനിയെ മാറും. പക്ഷേ ഈ കണ്ണാടി സമയതാമസമുള്ളൊരു കണ്ണാടിയാണ്. ഈ റിയാലിറ്റി സമയതാമസമുള്ളൊരു കണ്ണാടിയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കണ്ണാടിയിൽ നമ്മളുടെ പ്രതിഫലനം ഡയറക്റ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതൊരു റിഫ്ലക്ഷൻ കണ്ണാടിയാണ്. നമ്മുടെ സാധാരണ കണ്ണാടിയിൽ മാറ്റങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ പ്രപഞ്ചമാകുന്ന കണ്ണാടിയിൽ, റിയാലിറ്റി, മിറർ, നമ്മളുടെ ഉള്ളിലെ മാറ്റം പുറത്ത് ദൃശ്യമാകാൻ അല്പം സമയതാമസം എടുക്കും. നമ്മളുടെ ഉള്ളിൽ ഒരു പുതിയ ചിന്തയോ മാറ്റമോ വരുമ്പോൾ പുറത്ത് പെട്ടെന്ന് മാറ്റം കണ്ടെന്ന് വരില്ല. ഭൂരിഭാഗം ആളുകളും ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മളുടെ ഉള്ളിൽ മാറ്റം വരുത്തിയിട്ടും നമുക്കൊരു ചേഞ്ച് പുറത്ത് കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഞാൻ പോസിറ്റീവായി എന്ന് ചിന്തിച്ചിട്ട് ഒന്നും മാറുന്നില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് അവിടെ വരാം. എന്നാൽ ആ സമയത്തെ ആ ഡ്യൂറേഷനെ നമ്മൾ മറികടന്നുകൊണ്ട് ഉള്ളിലെ മാറ്റത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, അത് മാറ്റുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ പുതിയ അവസ്ഥയിലേക്ക് നമുക്ക് മാറാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അവെയർനെസ്, നമ്മൾ ഒബ്സർവറാണ്. നമ്മൾ ചിന്തകളല്ല, നമ്മൾ അവബോധമാണ്. അപ്പോൾ മനസ്സ് എന്നത് ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു എനർജി പ്രവാഹം തന്നെയാണ്. എന്നാൽ ബോധം അല്ലെങ്കിൽ അവെയർനെസ്, കോൺഷ്യസ്നെസ് എന്നത് ഇതിനെയെല്ലാം നോക്കിക്കാണുന്ന ഒരു സാക്ഷിയാണ്, ഒബ്സർവറാണ്. അത് സെൽഫ് ലൂമിനൻ്റ് ആണ്. നമ്മൾ എന്തിനാണോ നമ്മളുടെ ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കുന്നത്, അത് നമ്മളുടെ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളെപ്പോഴും നമ്മളുടെ കുറവുകളിലും ഭയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പ്രപഞ്ചം ആ കുറവുകളെ കൂടുതൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. നമ്മളുടെ ബോധത്തെ എപ്പോഴും നമുക്ക് എന്തു വേണോ അതിലേക്ക് മാത്രം തിരിച്ചുവിടാൻ ശ്രമിക്കുക. നമ്മളുടെ മനസ്സ് എന്ത് വിശ്വസിക്കുന്നുവോ ആ കോർ ബിലീഫ്, അതാണ് നമ്മളുടെ ജീവിതത്തിൽ സത്യമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കാതിരിക്കുക. അത് സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, സംഭവിക്കാൻ പോകുന്നു, അത് വിശ്വസിക്കാതെ ഇരിക്കുക. അത് സംഭവിക്കില്ല എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. നമ്മുടെ ഉള്ളിൽ ഭയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ശത്രുക്കളായി, പ്രതിസന്ധികളായും നമ്മൾ പുറത്തനുഭവിക്കുന്ന റിയാലിറ്റി. ഉള്ളിലെ സ്നേഹമാണ് പുറത്ത് നല്ല ചില ബന്ധങ്ങളും നല്ല സിറ്റുവേഷനും ഒക്കെ ചിലപ്പോൾ നമുക്ക് വരുന്നത്.
അപ്പോൾ നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം സന്തോഷം, സ്നേഹം ഇതൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് റിയാലിറ്റിയിൽ അനുഭവിക്കാൻ പറ്റും. നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം ഫിയർ, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടോ അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. പുറത്ത് നടക്കുന്ന ഒന്നും തന്നെ ആ ഒരു അവബോധത്തിനെ ബാധിക്കുന്നില്ല. അതെല്ലാം നമ്മുടെ ഉള്ളിലെ പഴയ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ് എന്ന് തിരിച്ചറിയണം. ആ നിമിഷം നമ്മളൊരു വിക്ടിം എന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മളുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്ററായി മാറും. ആ തിരിച്ചറിവാണ് നമ്മളുടെ ജീവിതത്തിലെ നമ്മൾ ഒബ്സർവറാണ് എന്നുള്ളൊരു തിരിച്ചറിവിലാണ് നമ്മൾ ക്രിയേറ്ററായി മാറുന്നത്. അപ്പോൾ നമ്മളുടെ റിയാലിറ്റീനെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദേഷ്യപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യാതെ എൻ്റെ ഉള്ളിലെ ഏത് ചിന്തയാണ് ഇതിന് കാരണമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മളിൽ ഉണ്ടാക്കുക. അത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്ന് അല്പസമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ അത് സ്വാഭാവികമായി അവിടെ മാറ്റം സംഭവിക്കും. മാനസികാവസ്ഥ മാറ്റുക. നമ്മൾക്ക് വിജയം വേണമെങ്കിൽ നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടായിരിക്കുക. സമൃദ്ധി വേണമെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തയാണ് നമ്മളെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നത്. നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും വെറുതെ നോക്കിക്കാണുക. അവയർനെസ്, അവബോധത്തോടെ നോക്കിക്കാണുക. ആ കണ്ണാടിയിലെ ചിത്രം, അപ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ ആ കണ്ണാടിയിലെ ചിത്രം തനിയെ മാഞ്ഞു പോകും. അപ്പോൾ അത് റിയാലിറ്റി ആയിട്ട് പുറത്തേക്ക് വരില്ല, വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല അവിടെ. പക്ഷേ നമ്മളതിനെ ഒബ്സർവ് ചെയ്ത് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അത് ഫിസിക്കൽ റിയാലിറ്റിയിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഉള്ളിലുള്ളത് എങ്ങനെയോ അത് തന്നെയാണ് പുറത്തും അനുഭവിക്കുക. മിറർ റിയാലിറ്റി ഉപയോഗിച്ച് നമ്മളുടെ ഈ ലൈഫിലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പോസിറ്റീവാക്കി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. ചിലപ്പോൾ അതൊരു വ്യക്തിയുമായിട്ടുള്ള പ്രശ്നമാകാം, റിലേഷൻഷിപ്പായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. അപ്പോൾ നമ്മൾ ആ പുറത്തുള്ള ആളുകളോ സാഹചര്യങ്ങളോ ആണ് അതിന് കാരണമെന്നുള്ളത് വിചാരിക്കുന്നത് നിർത്തുക. കാരണം കണ്ണാടിയിൽ നോക്കി മുഖത്തെ കറകളയാൻ കണ്ണാടി തുടച്ചിട്ട് കാര്യമില്ല, നമ്മളുടെ മുഖമാണ് തുടയ്ക്കേണ്ടത്. അതുപോലെ പുറത്തെ ലോകത്തെ മാറ്റാൻ ശ്രമിക്കാതെ എൻ്റെ ഉള്ളിൽ എന്ത് ഭയമാണ് അല്ലെങ്കിൽ ഏത് ചിന്തയാണ് ഇതിനെ പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മളെന്തിനെയാണോ വെറുക്കുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് കൂടുതൽ എനർജി കൊടുക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ ഇൻറ്റൻസോട് കൂടിയിട്ട് നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. പൂർണ്ണമായി നമ്മളതിലെ ആ ശ്രദ്ധ നമ്മൾ മാറ്റിയെടുക്കുക. നമുക്ക് എന്താണോ വേണ്ടത് പോസിറ്റീവായിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നിറയ്ക്കുക, അറ്റൻഷൻ കൊടുക്കുക, അതിന് മാത്രം അറ്റൻഷൻ കൊടുക്കുക. ചിന്തകൾ ചിലപ്പോൾ മാറിക്കഴിഞ്ഞാലും പുറത്തുള്ള ഭൗതിക ലോകം മാറാൻ കുറച്ച് സമയമെടുത്തേക്കാം. ഈ സമയത്ത് ചിലപ്പോൾ ആ പഴയ പ്രശ്നങ്ങൾ വീണ്ടും വന്നേക്കാം നമുക്ക്. പക്ഷേ അതിന് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഇതൊരു പഴയ പ്രശ്നമാണ് എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ അതിന് ഒരു വാല്യൂ കൊടുക്കാതെ പ്രതികരിക്കാതെ ഇരിക്കുക. വെറും നിഴലാണ്, ഇത് എൻ്റെ ചിന്തകളുടെ വെറും നിഴലാണ്, ഇതിന് ഇനി ജീവനില്ല എന്ന് മനസ്സിലാക്കി അതിനോട് വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക, റിയാക്ട് ചെയ്യാതിരിക്കുക, റെസ്പോണ്ട് ചെയ്യുക. നമ്മുടെ ഉള്ളിലെ പുതിയ സമാധാനത്തിലും സന്തോഷത്തിലും ഉറച്ചു നിൽക്കുമ്പോൾ പുറത്തുള്ള പഴയ യാഥാർത്ഥ്യം അത് റിയാലിറ്റി, പഴയ യാഥാർത്ഥ്യം മാറിയിട്ട് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു റിയാലിറ്റി വരാൻ തുടങ്ങും. അപ്പോൾ പൂർണ്ണമായും നമ്മൾ ഈ മിറർ റിയാലിറ്റി ഉപയോഗിച്ച് നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഫിയർ, ആങ്സൈറ്റി, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും
നമ്മളുടെ ഈ മിറർ റിയാലിറ്റി ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.